बहुत प्यार करते हैं तुमको सनम, बहुत प्यार करते हैं तुमको सनम। कसम चाहे ले लो, कसम चाहे ले लो, खुदा की कसम, बहुत प्यार करते हैं तुमको सनम, बहुत प्यार करते हैं तुमको सनम। സത്യം പറഞ്ഞാണ്ടല്ലോ വീഡിയോ കണ്ട സമയത്ത് എന്താ ഫീലിംഗ് എന്ന് പറയാനറിയില്ല. ഒരു ദുഃഖമാണോ സന്തോഷമാണോ നിങ്ങൾ നോക്ക്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓൺ ദ വേ എവിടെ പോവുകയാണെങ്കിൽ ഒരു പാവപ്പെട്ടവനെ കണ്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക, അവരൊന്ന് സഹായിക്കുക, അത് നമ്മുടെ ഒരു ബാധ്യതയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരും നമ്മളെപ്പോലെ തന്നെ നല്ല രീതിയിൽ കാർ ഓടിച്ചും ഒക്കെ ജീവിക്കേണ്ടവരാണ്. അവരിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ദൈവം നമുക്ക് കനിഞ്ഞരുളി നൽകിയ അനുഗ്രഹങ്ങൾ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നമ്മൾ അതേ രീതിയിൽ തന്നെയാണ് അവരും ജീവിക്കേണ്ടത് എന്നുള്ളൊരു ഒരു 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 തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാകും. നമ്മുടെ മനസ്സിൽ ഈ കരുണ നോർമൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ അങ്ങനത്തെ നമ്മൾ എന്താ പറയുക, പോണ വഴികളിൽ ഇങ്ങനെ പാവങ്ങളെ കണ്ടാൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക, അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കുക, അതൊരു വലിയ പുണ്യമാണത്. അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ, എല്ലാ മതവും നിഷ്കർഷിക്കുന്നത് ആ ഒരു സംഭവമാണ്. ഇങ്ങനത്തെ ഒരു നമുക്ക് അത് അവർക്ക് എത്ര പ്രായമുള്ള, അവർക്ക് എത്ര കുട്ടികളുണ്ടാവും, പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ അങ്ങനെ ആയിപ്പോയതാണ്. പക്ഷെ ഇത് കാണുമ്പോൾ മനസ്സിനൊരു വല്ലാത്ത വേദനയാണ്. പക്ഷേ അതിലുപരി ഇങ്ങനത്തെ ആൾക്കാർ ഇവരെ സഹായിക്കുന്നത് കാണുമ്പോൾ ഇൻ കേസ് ഇനിയിപ്പോൾ ആരിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി ചെയ്തതാണോ അല്ലേ എന്നുള്ള അവരുടെ കാര്യം. എന്തായാലും അപ്പോൾ നമ്മൾ കാണുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ എവിടെയായാലും ഒരു പാവപ്പെട്ടെന്ന് നമ്മൾ സഹായിക്കണം. പിന്നെ അല്ലാതെ ഈ കെട്ടിച്ചമഞ്ഞ് പൈസ തട്ടിയെടുക്കാൻ വരുന്നവരെ കണ്ടാൽ നമുക്ക് പ്രത്യേകം മനസ്സിലാവുകയും ചെയ്യും. ചില അമ്മമാരൊക്കെ മക്കളെയൊക്കെ വെച്ചിട്ട് പോകുന്നതൊക്കെ കണ്ടാൽ ഭയങ്കര പ്രയാസം തോന്നും. പക്ഷെ നമ്മളിപ്പോൾ കരുതും അവർ സൃഷ്ടിച്ചതും ദൈവമാണ്, നമ്മെ സൃഷ്ടിച്ചതും ദൈവമാണ്, ഓക്കെ. പക്ഷേ എന്തോ അവരെ പാവങ്ങളായി നമ്മളെ രണ്ട് കാറ്റഗറി പെടുത്തി എന്നുള്ളത് അത് നമുക്ക് ദൈവത്തിന് വിട്ടേക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ മരണശേഷം അവർക്ക് നമ്മളെക്കാട്ടിയും വലിയ സുഖമായ സന്തോഷകരമായ ജീവിതം അവിടെ വെച്ചിട്ടുണ്ടാവും. അത് നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് നമുക്ക് ചിന്തിച്ച് വിട്ടേക്കാം. പക്ഷേ ഇവിടെ നമ്മൾ ഓൺ ദ വേ നമ്മൾ കണ്ണിൽ കാണുമ്പോൾ, പബ്ലിക് നമ്മൾ കാണുന്ന സമയത്ത് അവോയ്ഡ് ചെയ്ത് പോയത് ഒരു അപേക്ഷയാണ്. ഞാൻ എൻ്റെ കാര്യം വരെ എവിടെ കണ്ടാലും എനിക്ക് കഴിയുന്ന പരമാവധി ഞാൻ സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയ ഒരു വീഡിയോ കാണുന്നുള്ളൂ. അപ്പോൾ എവിടെ കണ്ടാലും പാവപ്പെട്ട കുട്ടികളെയൊക്കെ കണ്ടാൽ നമ്മൾ കരുണയോട് പെരുമാറും. അത് നമുക്ക് ഒരു മൈനസ് ആയിട്ടേ വരില്ല, നമ്മളെ എന്തിലാണെങ്കിലും നമുക്ക് പ്ലസ് ആയിട്ടേ വരൂ. അതൊരിക്കലും മറന്നു പോകരുത്.